ഭർത്താവില്ലാത്ത ടീച്ചറിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ ഇപ്പോൾ ഇളയ മരുമകനും പിന്നെ പഠിപ്പിച്ച ഒരു പയ്യനും മാത്രമേ ഉള്ളൂ. അവർ വിവരങ്ങൾ അന്വേഷിക്കാൻ വരുമ്പോൾ യഥാർത്ഥ വിവരങ്ങൾ ടീച്ചർ പറഞ്ഞു കൊടുക്കണ്ടേ? എന്തായാലും നമുക്ക് പ്രമീള ടീച്ചറിൻ്റെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് പ്രമീള, യഥാർത്ഥ പേരല്ല. റിട്ടയർ ആകാൻ ഇനി 4 വർഷം കൂടിയുണ്ട്. ഞാനൊരു ടീച്ചറാണ്. എൻ്റെ 19ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. വീട്ടുകാർ ആലോചിച്ച് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ആ വിവാഹത്തിന് തയ്യാറായത്. എനിക്ക് ആ സമയത്ത് യാതൊരു താല്പര്യമില്ലായിരുന്നു. പഠിച്ചെങ്ങനെയെങ്കിലും ഒരു ടീച്ചറാകണം എന്നതായിരുന്നു ആഗ്രഹം. എങ്കിലും കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളും പെട്ടെന്നായി. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ടീച്ചറാകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. എന്തായാലും ദൈവഭാഗ്യത്തിന് എനിക്ക് പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടുകയും ചെയ്തു. ഹസ്ബൻഡും ഗവൺമെൻറ് സർവീസിലാണ്. എൻ്റെ ഹസ്ബൻഡ് വീട് പഴയൊരു തറവാടാണ്. ഞാൻ കല്യാണം കഴിച്ച് ചെന്ന് കയറുമ്പോൾ അവിടെ അമ്മാമ്മയും ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. വലിയൊരു വീട്, ഒരു പ്രേതഭവനം പോലെ തോന്നിക്കും. ഹസ്ബൻഡിന് എന്നോട് ഈ പറഞ്ഞ പ്രണയമൊന്നും ഞാൻ കണ്ടില്ല. അദ്ദേഹം വരും, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കും, അത് കഴിഞ്ഞ് തിരിച്ചു പോകും. സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പരിഗണന കിട്ടിയതായിട്ട് തോന്നിയില്ല. പിന്നെ പണ്ടത്തെ കാലമല്ലേ, എനിക്കതിനെക്കുറിച്ച് വലിയ അവയർനെസ്സും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിൽ പലതും ചോദിച്ചു വാങ്ങിക്കും. എനിക്കാണെങ്കിൽ അതിനുള്ള കഴിവുമില്ലായിരുന്നു. 2 കുട്ടികൾ പെട്ടെന്നായി. അവരെയും വളർത്തി എൻ്റെ ജോലിയും ചെയ്ത് ഞാൻ ജീവിച്ചു പോന്നു. 2 കുട്ടികൾ ആയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് എന്നെ കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല. എനിക്കതിലന്ന് പരാതിയുമില്ല. കാര്യം കുട്ടികളെ വളർത്തണം, പിന്നെ നല്ല ബിസിയായ ജോബും. അങ്ങനെ ആകുമ്പോൾ എന്താലോചിക്കാനാണ്? എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ എൻ്റെ ജോലിയിലേക്ക് നിക്ഷേപിച്ചു. കുട്ടികളെ നന്നായി സ്നേഹിച്ചു. അവരോടൊക്കെ ഒരു ഫ്രണ്ടിനെ പോലെ പെരുമാറി. ചിലയിടങ്ങളിൽ കർശനമായി നിന്നു. അവരെ നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുത്ത് ജയിപ്പിക്കുമ്പോൾ എനിക്കും ഒരാഹ്ലാദം. എൻ്റെ മക്കളെ ഞാൻ നന്നായി പഠിപ്പിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ ദാമ്പത്യ ജീവിതം വളരെ വിരസമായിരുന്നു. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ആലോചിച്ചിട്ടില്ലെങ്കിലും ആരെയും കുറ്റം പറയാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ഞാൻ ജീവിച്ചു പോന്നു. എൻ്റെ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 5 വർഷമായി. അവളും ഹസ്ബൻഡും തൃശ്ശൂരിൽ സെറ്റിൽഡാണ്. വല്ലപ്പോഴും മാത്രം ഇങ്ങോട്ട് വരും. എന്ന് വെച്ചാൽ 6 മാസം കൂടിയിരിക്കുമ്പോൾ വല്ലപ്പോഴും വിളിക്കുകയും ചെയ്യും. പിന്നെ അവളുടെ ഹസ്ബൻഡിന് ഭയങ്കര ബിസിയായൊരു ജോബായതുകൊണ്ട് അവൾക്കും ജോലിയുള്ളത് കൊണ്ടും ഇങ്ങോട്ട് വരാനൊന്നും സമയം കിട്ടാറില്ല. ഞങ്ങൾ വല്ലപ്പോഴും അങ്ങോട്ട് പോകും. എല്ലാവരും ബിസിയാണ്. എൻ്റെ മൂത്ത മകളുടെ കല്യാണത്തിന് വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായിട്ട് അഗാധമായ പ്രണയത്തിലോ ബന്ധത്തിലോ ആണ്. പിന്നീട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചാറ്റുകൾ എനിക്ക് കിട്ടി. അത് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ മോളാണ്. എന്ന് വെച്ചാൽ മുറപ്പെണ്ണ്. ആദ്യകാലങ്ങളിൽ തമ്മിൽ ഇഷ്ടമായിരിക്കാം, പക്ഷെ അവരുടെ കല്യാണം നടന്നില്ല. ഞാൻ അങ്ങയുടെ ഭാര്യയായിട്ട് വന്നു. അമ്മാവനും അവരുടെ വീട്ടുകാരും തമ്മിൽ പിണക്കമായിരുന്നു. അതുകൊണ്ടായിരിക്കാം നടക്കാതെ പോയത്. എന്തായാലും ഇപ്പോൾ അവൾ വിധവയാണ്. കുട്ടികളൊന്നുമില്ല. വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഹസ്ബൻഡുമായിട്ട് ഒരു പ്രണയം തുടങ്ങിയത്. മൊബൈലിൽ നിന്ന് ചാറ്റും വീഡിയോകളും ഒക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് തുറന്ന് സമ്മതിച്ചു. ബാല്യകാലത്തിലെ അവളെ ഇഷ്ടമായിരുന്നു. അത് നടക്കാത്തതിൽ ഒത്തിരി വിഷമമുണ്ട്. ഇപ്പോൾ അവൾക്ക് കുട്ടികളൊന്നുമില്ല, ഹസ്ബൻഡുമില്ല, സ്വതന്ത്രമായി നിൽക്കുകയാണ്. എനിക്ക് അവളെയാണ് ഇഷ്ടം. നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധമില്ലാത്ത സ്ഥിതിക്ക് അവളുടെ അടുത്ത് പോയി അവളെ സ്വാന്തനിപ്പിക്കാനും എനിക്ക് താല്പര്യമുണ്ട്. അത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മാന്യമായി പിരിയാം. നിങ്ങൾ അവളെ പോയി സ്ഥിരമായിട്ട് സാന്ത്വനിപ്പിച്ചോ, പ്രശ്നമൊന്നുമില്ല, ഞാൻ മക്കളോട് പറയാമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ 2 വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്ന ഒരാളെ വേണ്ട. ഞാൻ പെൺമക്കളോട് 2 പേരോടും പറഞ്ഞു. പിന്നെ മൂത്ത മരുമോനോടും പറഞ്ഞു, ഈ വിവാഹബന്ധം എനിക്ക് വേണ്ട, അദ്ദേഹം ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ശരിക്കും വിവാഹമോചനം വേണമെന്നൊന്നുമില്ലായിരുന്നു. കാര്യം ഇവിടെ അവിടെയുമായിട്ട് ഇങ്ങനെ നടക്കണം, സമൂഹത്തിൽ മാന്യത വേണം, അത്രയേ ഉള്ളൂ. അതെനിക്ക് സഹിച്ചില്ല. അങ്ങനെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് അങ്ങേർക്ക് നിരുപാധികമായി ഡൈവോഴ്സ് കൊടുത്തു. ഒരു കാര്യമേ എനിക്ക് ആവശ്യമുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ വീട്ടിലേക്ക് വരരുത്. ഈ വീട് എൻ്റെ സ്വന്തമായിരിക്കണം, അത്രയേ ഉള്ളൂ. അതിന് അദ്ദേഹം സമ്മതിച്ചു. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കാണാറുണ്ട്. ബന്ധുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. രണ്ടാമത്തെ മകൾ
അവൾ ഇതെല്ലാം കണ്ട് വളരുകയാണ്. ഞാൻ വിചാരിച്ചത് അവളെ ഞാൻ നന്നായിട്ട് വളർത്തിയെന്നാണ്. പക്ഷേ അവൾ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ പോയി, അതും അന്യമതസ്ഥനായ ഒരാൾ. എൻ്റെ വീട്ടുകാർക്കോ മുൻ ഭർത്താവിനോ ബന്ധുക്കൾക്കോ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു ബന്ധമായിരുന്നു. ചെക്കൻ ഞങ്ങളുടെ നാട്ടുകാരനാണ് എന്ന് വെച്ചാൽ ഇവിടുന്ന് കൂടി വന്നാൽ ഒരു 5 കിലോമീറ്റർ മാത്രം, ഈ പഞ്ചായത്തിൽ തന്നെയുള്ള ഒരാളാണ്. എന്തായാലും അവൻ നല്ല ജോലിയുണ്ട്, അവരുടെ വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും സമ്മതിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അങ്ങനെയാണ് അവൾ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചത്. എനിക്ക് പറയാത്തിലുള്ള വിഷമേ ഉള്ളൂ, അല്ലാതെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. അവളുടെ അച്ഛൻ വന്ന് എന്നോട് വഴക്കുണ്ടാക്കി. ഞാൻ കാരണമാണ് എല്ലാം സംഭവിച്ചതെന്നും. ഞാൻ പറഞ്ഞു, ഞാൻ കാരണമല്ല, നിങ്ങളാണ് യഥാർത്ഥ ഉദാഹരണം, അതുകൊണ്ട് ഇവിടെ കിടന്ന് ചിലക്കാതെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം. എന്തായാലും 6 മാസം കഴിഞ്ഞപ്പോഴേക്കും മരുമകനെ ഒരു ദിവസം ഞാൻ ടൗണിൽ വെച്ച് കണ്ടു. അവൻ ഇങ്ങോട്ട് വന്ന് എന്നോട് സംസാരിച്ചു. അമ്മ എന്തിനാണ് മസിൽ പിടിച്ചിരിക്കുന്നത്? ഞങ്ങളെ അംഗീകരിച്ചുകൂടെ? മോനെ, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും വിരോധമില്ല. പിന്നെ വിരോധമുള്ള കാര്യം എന്നോട് ഇതവൾക്ക് പറയാമായിരുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. എന്തായാലും അങ്ങോട്ട് പറഞ്ഞ് അവരെ വിളിച്ച് പുറകെ ചെല്ലാമെന്നും എൻ്റെ ഈഗോ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ മരുമകൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോൾ ഞാനും അംഗീകരിച്ചു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ വീട്ടിൽ വന്നു. 3-4 വട്ടം കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ മഞ്ഞുരുക്കി തുടങ്ങി. എനിക്കെൻ്റെ മരുമകനെ നേരത്തെ അറിയില്ല. അവൻ അതീവ സുന്ദരനായ ഒരു പയ്യനാണ്. എൻ്റെ മകൾ കണ്ട് ഇഷ്ടപ്പെട്ടു പോയതിൽ കുറ്റമൊന്നും പറയാനില്ല. പിന്നെ അവൻ എന്നോട് വലിയ കാര്യമാണ്. മാഡം, സ്കൂട്ടറോ വാഹനങ്ങളൊക്കെ ഓടിക്കാൻ എനിക്ക് വലിയ പേടിയാണ്. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ബസ്സിലാണ്. ബസ്സിൽ ഒരു 25 മിനിറ്റ് പോകണം, അത്ര ദൂരമുണ്ട്. എനിക്കും എൻ്റെ മരുമകനും ഒരേ റൂട്ടിലാണ് പോകേണ്ടത്. എൻ്റെ സ്കൂൾ കഴിഞ്ഞ് 1 കിലോമീറ്റർ അകലെയാണ് അവൻ്റെ ഓഫീസ്. അങ്ങനെയായപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യാം, രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോഴേക്കും അമ്മയുടെ അടുത്ത് വന്ന് അമ്മയും പിക്ക് ചെയ്തുകൊണ്ട് സ്കൂളിൽ പോകാം, വൈകുന്നേരവും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. കാറിനോ ബൈക്കിനോ ഒക്കെ നമുക്ക് അങ്ങനെ അടിച്ചു പൊളിച്ച് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോടെ, എനിക്ക് ബൈക്ക് പേടിയാ. അതിന് അമ്മ ഓടിക്കല്ലോ, ഞാനല്ലേ ഓടിക്കുന്നത്, ഒരു പ്രശ്നവുമില്ല. എൻ്റെ മകൾക്ക് സ്കൂട്ടിയൊക്കെ ഉണ്ടെങ്കിലും ഞാനതിലെങ്കിലും കയറില്ല, എനിക്ക് പേടിയാണ്. എന്തായാലും മരുമകൻ ധൈര്യം തന്നതുകൊണ്ടാണ് ബൈക്കിലൊക്കെ ഞാൻ കയറാൻ തുടങ്ങിയത്. ചില ദിവസങ്ങളിൽ അവൻ കാറും എടുക്കും. അങ്ങനെ അവനാണ് എന്നെ കൊണ്ടുവരികയും ചെയ്യുന്നത്. എൻ്റെ മകളാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കുന്നുണ്ട്. അവളും അവളുടെ അമ്മായിച്ചനും അമ്മായിമ്മയൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റാണ്. അവളിങ്ങോട്ട് വരുന്നത് ചുരുക്കമാണ്. മരുമകൻ രാവിലെ വൈകിട്ട് മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ കയറിയിട്ടാണ് പോകുന്നത്. അവൻ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കും. അതൊന്നും എൻ്റെ മകൾ ശ്രദ്ധിക്കാറ് പോലും ഇല്ല. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ ശരീര സൗന്ദര്യം നന്നായി ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. അതാരെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എങ്കിലും ദുർമേധസ്സായിരിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. എല്ലാവരും പറയും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു 35 വയസ്സ് മാത്രമേ തോന്നിക്കുള്ളൂ എന്ന്. അതിന് കാരണം എൻ്റെ വീടിനടുത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജിമ്മുണ്ട്. അവിടെ സ്ത്രീകളുടെ സെഷനുള്ള സമയത്ത് ഞാനും പോകാറുണ്ട്. അതിപ്പോൾ 3-4 വർഷമായിട്ടുള്ള ഒരു ശീലമാണ്. ആ സമയത്താണ് എൻ്റെ സ്കൂളിൻ്റെ മുൻവശത്ത് 2 മുറി കടയിൽ ഒരു പുതിയ ഫാഷൻ സ്റ്റോർ തുടങ്ങിയത്. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയൊക്കെ നല്ല ഡ്രസ്സുകൾ അവിടെ കണ്ടു. ഒരു ദിവസം ഞാനും മരുമകനും കൂടി അവിടെ നിന്ന് കയറിയപ്പോൾ അവനിഷ്ടമുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 2-3 സാരി കിട്ടി. ഇത് ആരാണ് തുടങ്ങിയതെന്ന് അറിയില്ല. എന്നാലും ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരാളെ കണ്ടു. ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻ്റാണ്. അവന് 25 വയസ്സിൽ താഴെയുള്ളൂ. ആഹാ, നീയാണോ ഇതിൻ്റെ ഓണർ? അത് ടീച്ചറെ, നാട്ടിൽ നിന്ന് ദൂരെ എങ്ങും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ടീച്ചർക്കറിയാമല്ലോ, അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ കാണാറുള്ളതാണ്. അവനും നല്ല ഗ്ലാമറുള്ള ഒരു പയ്യനാണ്. പക്ഷേ ഇത്തിരി പഞ്ചസാരയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബെല്ലും ബ്രേക്കും ഇല്ലാതെ മറ്റുള്ളവരോട് പലതും സംസാരിക്കും. പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും വാ പൊളിച്ച് നോക്കും. പിന്നെ മറ്റ് പല പ്രവർത്തനങ്ങളും അവനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല. കാണാൻ സൗന്ദര്യമുള്ളത് കൊണ്ട് പല പെണ്ണുങ്ങളും വന്ന് വലയിൽ വീഴാറുമുണ്ട്. പക്ഷേ എന്നാലും ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹസ്ബൻഡ് പോയി കഴിഞ്ഞ് ഒരു വട്ടം എന്നെ കണ്ടപ്പോഴേക്കും ടീച്ചറിൻ്റെ ഹസ്ബൻഡ് പോയത് അങ്ങനെ ഒരു മണ്ടനായതുകൊണ്ടാണ്. ഇത്രയും സുന്ദരിയായ ടീച്ചറെ ഇട്ടിട്ട് ആരെങ്കിലും പോകുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിർത്ത്, നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ ഒഴിവാക്കി വിട്ടിരുന്നു. ഇപ്പോൾ ദേ നക്ഷത്രം പോലെ കൺമുന്നിൽ. ഇനിയിപ്പം എന്നും കാണേണ്ടി വരും. എനിക്കെന്താ എന്ന് ഞാൻ വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ കടയിൽ ചെന്നു. അപ്പോൾ അവൻ മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ എന്നോട് അവൻ ചോദിച്ചു, അല്ല ടീച്ചറെ, ടീച്ചറിൻ്റെ കൂടെ ആരാ വരുന്നത്? ടീച്ചർ ഒരു പയ്യൻ്റെ പുറകിലിരുന്ന് അവൻ്റെ വയറിൽ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പോന്നേ കണ്ടല്ലോ. സാധാരണ ടീച്ചർ ബൈക്കിലൊന്നും കയറാറില്ലല്ലോ. അല്ല,
ഞാനിങ്ങനെ വയറിൽ ചുറ്റിപ്പിടിച്ച് പോകുന്നത് നീ എവിടെ വെച്ച് കണ്ടു എന്നും ഞാൻ കാണുന്നുണ്ട് കേട്ടോ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് നീ ഇപ്പം 2-3 ദിവസമല്ലേയുള്ളൂ കടന്നു വന്നിട്ട്. അത് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇങ്ങനെ വായി നോക്കി എല്ലാവരും ശ്രദ്ധിക്കുകയാണ് മെയിൻ പണി. ആ, അതൊക്കെ എങ്ങനെയാ ടീച്ചറെ? ടീച്ചർ പറ, അതാരാ? നിനക്ക് എന്ത് തോന്നിയത് കണ്ടിട്ട്? ടീച്ചർക്ക് എന്തായാലും ഹസ്ബൻഡ് പോയി കഴിഞ്ഞതിൽ പിന്നെ പുതിയൊരു കാമുകൻ വന്നു കഴിഞ്ഞാൽ അത് ഇത്രയും ചെറുപ്പക്കാരനാകുമോ? പറയാൻ പറ്റില്ല. ടീച്ചറുടെ സൗന്ദര്യം കണ്ടിട്ട് ചിലപ്പോൾ കൂടെ കൂടിയ ആളാകുമല്ലേ? ആഹാ, അത് കൊള്ളാമല്ലോടാ, നല്ല കണ്ടെത്തലാണ്. എന്തായാലും എൻ്റെ മരുമകനെ എൻ്റെ കാമുകനായിട്ട് നീ പറഞ്ഞല്ലോ, അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അയ്യോ, ടീച്ചറിൻ്റെ മരുമകനായിരുന്നു അത്? പിന്നെ ആരാണെന്ന് നീ വിചാരിച്ചത്? ചുമ്മാ ആരുടെങ്കിലും പുറകെ ഞാൻ കയറി കറങ്ങുന്നാണോ? അല്ല ടീച്ചറെ, ഇപ്പോഴത്തെ കാലത്ത് ടീച്ചറിൻ്റെ പ്രായമുള്ള സ്ത്രീകളാണ് ചെറുപ്പക്കാർക്ക് ഒത്തിരി ഇഷ്ടം. അപ്പോൾ നിനക്കും അങ്ങനാണോ? പിന്നെ ടീച്ചറിൻ്റെ ഒരു ആരാധകനാണ് ഞാൻ. വേണ്ട വേണ്ട, പുറത്തെടുക്കണ്ട, അത് വായി തന്നെ ഇരിക്കട്ടെ. ഇതിപ്പം എൻ്റെ മരുമകനാണ്. മരുമകനാണെങ്കിൽ കാണാൻ നല്ല സൂപ്പറാകട്ടോ. പക്ഷേ പുള്ളിയുടെ വയറ് ഇത്തിരി തെള്ളിയിട്ടില്ലേ എന്ന് സംശയം. അല്ല, ടീച്ചർ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കണ്ടോട് ഞാൻ നോക്കിയതാണ്. ആഹാ, അപ്പം നീ ആ കൂടി ഇങ്ങ് ശ്രദ്ധിച്ചു. ഞാൻ അവനോട് പറയുന്നുണ്ട്, അയ്യോ ടീച്ചറെ പറയരുതേ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാധനം വാങ്ങിച്ച് ഇറങ്ങിപ്പോന്നു. ഈ ചെക്കൻ ഇവൻ വല്ലാത്ത തൊന്തരവ് തന്നെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ മരുമകനെ കണ്ടപ്പോൾ ഞാൻ അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞു, എടാ, നിൻ്റെ ഒരു ആരാധകൻ പറഞ്ഞു നിനക്ക് വയറ് വളരെ കൂടുതലാണ്. നീ സുന്ദരനാണെങ്കിലും നിനക്ക് വയറ് മുന്നോട്ട് തള്ളിയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതാരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരാളാണ്, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ആണോ അമ്മേ? ആണടാ, നിൻ്റെ വയറ് അത് കറക്റ്റ് അങ്ങോട്ട് ഒരു ഷേപ്പല്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യേ, നീ ആണെങ്കിൽ ദേ ജിമ്മിൽ വാ. ഞാൻ പോകുന്ന ജിമ്മുണ്ടല്ലോ, ഞാൻ പറയാം, അവിടുത്തെ മാസ്റ്റർ എൻ്റെ സ്വന്തം ആളല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അവനും ജിമ്മിൽ വരാൻ തുടങ്ങി. ജിമ്മിൽ വന്ന ശേഷം പലപ്പോഴും ഇവിടെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അവന് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കാത്തിരിക്കും. അതും ഒരു സുഖം. എൻ്റെ മകളാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കില്ല. അവൾക്ക് എന്നെ ശ്രദ്ധേയില്ല. ചെറിയൊരു പ്രശ്നമേ അവൻ്റെ വയറിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 3 മാസം കൊണ്ട് അവൻ നല്ല ഫിറ്റായി. എന്നാലും ജിമ്മിൽ തുടർന്ന് വരണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പം അവനോട് പറഞ്ഞു, അമ്മ പറയുന്നത് പോലെ അമ്മ ഇത്രയും സുന്ദരിയായിരിക്കുന്നതിൻ്റെ രഹസ്യതല്ലേ, അതുകൊണ്ട് ഞാനും പ്രായമാകുമ്പോഴും സുന്ദരനായിരിക്കണം. അതുകൊണ്ട് ഞാൻ ജിമ്മിൽ ഇനിയും പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ അടക്കം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ജിനുവിൻ്റെ കടയിൽ പോകും. കാര്യം ഞാൻ പറയുന്ന ബ്രാൻഡും ഡ്രസ്സുകളുമൊക്കെ അവൻ എടുത്തു വെക്കായിരുന്നു. പിന്നെ എൻ്റെ ശിഷ്യനാണ്, നല്ല വിലക്കുറവും തരും. പിന്നെ പഞ്ചാര വർത്തമാനം ഉണ്ട്. എൻ്റെ അടുത്ത് ഇത്തിരി പേടിയുള്ളത് കൊണ്ട് ഒന്നും നടക്കില്ല. ഞാനും തിരിച്ച് നല്ലത് എന്തെങ്കിലുമൊക്കെ പറയും. അതിൻ്റെ കുഴപ്പമുണ്ട്. പൊതുവെ ആളൊരു പഞ്ചാര വീരനാണല്ലോ. അങ്ങനെ ഒരു ദിവസം കയറി കഴിഞ്ഞപ്പോഴേക്കും എന്നോട് അവൻ പറഞ്ഞു, ടീച്ചറെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ആരോടും പറയരുത്. ഞാൻ പറഞ്ഞില്ല. ടീച്ചർ മിക്കപ്പോഴും മരുമകൻ്റെ ബൈക്കിൻ്റെ പുറകിൽ രാവിലെയും വൈകിട്ടും കയറിയിരുന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് പോകുന്നത് അത്ര നല്ലതല്ല. അതെന്താടാ, നിനക്കത് കണ്ടപ്പോൾ അസൂയ വന്നോ? നിന്നെ വന്ന് ഞാൻ കെട്ടിപ്പിടിക്കണോ? അല്ല ടീച്ചറെ, വേറൊരു കാര്യമുണ്ട്. പുള്ളി ആളത്ര ശരിയില്ലെന്ന് എനിക്ക് തോന്നിയത്. അതെന്താടാ അങ്ങനെ പറയാൻ കാര്യം? ഞാനേ പുള്ളിക്കാരൻ ഒരു ദിവസം കണ്ടു ടൗണിൽ വെച്ചിട്ട് വേറൊരു പെൺകുട്ടി പുറകിലുണ്ടായിരുന്നു. എടാ, ചിലപ്പോൾ അതെൻ്റെ മോളായിരിക്കാം. നിനക്കറിയാത്തതാ. പിന്നെ എനിക്കറിയാം. ടീച്ചറുടെ മോളെ എനിക്കെന്താ അറിയാതിരിക്കാൻ? അവളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലൊക്കെ ഞാനുണ്ടല്ലോ, എനിക്കറിയാം എന്ന് പറഞ്ഞു. പിന്നെ ആരാ? 2-3 വട്ടം ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ടീച്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ആള് ആരെയും കൊണ്ട് എവിടെയൊക്കെ കറങ്ങുന്നറിയില്ല. പിന്നെ അത് പെൺകുട്ടിയൊന്നുമല്ല, ഒരു 30 വയസ്സ് കാണും. ആഹാ, 30 വയസ്സുള്ളത് പെൺകുട്ടിയല്ലേ, പിന്നെ ആൺകുട്ടിയാണോ? ഇതാ ടീച്ചറോട് ഒന്നും പറയാത്തത്. ഞാനൊരു വാണിംഗ് തന്നേ ഉള്ളൂ. ടീച്ചർ ശ്രദ്ധിച്ചാൽ ടീച്ചർക്കും കൊള്ളാം, മകൾക്കും കൊള്ളാം. ഓക്കേടാ, ഇൻഫർമേഷൻ നന്ദി, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. ഇന്നലെ ടീച്ചർ ഒരു കറുത്ത നൈറ്റിയും ഇട്ടിട്ട് അവിടെ സ്റ്റെപ്പിൻ്റെ ഇവിടെ നിൽക്കുന്നേ കണ്ടല്ലോ. നീ എപ്പോൾ അതുവഴി പോയി? ഞാൻ വൈകുന്നേരം പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രദ്ധിച്ചു. ആഹാ, നീ അപ്പം എൻ്റെ നൈറ്റിയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? പിന്നെ നൈറ്റിയും ടീച്ചറേയും എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ടീച്ചറാണെങ്കിൽ പുറകുവശത്ത് എപ്പോഴും കഴുകാൻ വേണ്ടിയിട്ട് ഒത്തിരി സാധനങ്ങൾ ഒന്നിച്ചിടാറില്ലേ? അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? നിനക്കെങ്ങനെ അറിയാം? നീ എൻ്റെ വീടിൻ്റെ പുറകിൽ എപ്പോൾ വന്നു? അത് ഞാൻ ആ സൈഡ് വഴി അങ്ങോട്ട് പോയപ്പോൾ കണ്ടതാണ്. അവിടെ മണിച്ചേച്ചിയുടെ വീടല്ലേ, അവരുടെ മകൻ എൻ്റെ ഫ്രണ്ടല്ലേ. എൻ്റെ ചില വസ്ത്രങ്ങൾ കാണാതെ പോകുന്നുണ്ട് കുറേ കാലമായിട്ട്. എനിക്ക് നല്ല സംശയമുണ്ട്. മാസത്തിലൊരിക്കൽ ഞാൻ വിരിച്ചിട്ട പല കാര്യങ്ങളും കാണാതെ പോകുന്നുണ്ട്. നിന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീയാണതിന് പിന്നിൽ നിന്ന് എനിക്ക് തോന്നുന്നു. അതെന്താ അങ്ങനെ തോന്നാൻ? അല്ല, നീ ഇപ്പം തുണിക്കച്ചവടം നടത്തുന്നു, തുണികളെ പറ്റി പറയുന്നു, എന്തൊക്കെയോ ദുരൂഹത തോന്നുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, പിന്നെ തുണിക്കച്ചവടം നടത്തുന്നതെല്ലാം ഓൾഡ് തുണികൾ പറക്കിയെടുക്കണം.
പറയാൻ പറ്റില്ലടാ. നിന്നെക്കുറിച്ച് നല്ല പേർദോഷമാണ്. എൻ്റെ മരുമകനെക്കുറിച്ച് നിനക്കൊരു പേർദോഷമേ പറയാനുള്ളൂ. നിന്നെപ്പറ്റി 100,000 ഉണ്ട്. അത് പിന്നെ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. എടാ സത്യം പറ, എൻ്റെ തുണികൾ പറക്കൊണ്ട് പോകുന്നത് നീയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ എടുത്തിട്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അടുത്ത കാലത്തൊന്നും ഞാൻ എടുത്തിട്ടില്ല. ആഹാ, അപ്പോൾ നീ തന്നെയാണ്. അടുത്ത കാലത്തായിട്ട് എൻ്റെ വസ്ത്രങ്ങളൊന്നും മോഷണം പോകുന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, എന്തിനാ നീ ഇങ്ങനെ വസ്ത്രങ്ങൾ പറക്കിക്കൊണ്ട് പോകുന്നത്? എന്താ അതിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ പറഞ്ഞു, പറ, എന്തായാലും ഇത്രയും പറഞ്ഞതല്ലേ, ഇനിയിപ്പം ഞാനങ്ങ് കേൾക്കട്ടെ. പണ്ട് ഞാൻ നിന്നെ പഠിപ്പിച്ചു, ഇപ്പം നീ എന്നെ പഠിപ്പിക്കുക. പറ, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അപ്പോഴാണ് മാഡം അവൻ എന്നോട് പറഞ്ഞത്, ഈ വസ്ത്രങ്ങൾ കൊണ്ടുപോയിട്ട് തലയണിക്കിടയിൽ വയ്ക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് അവന് രസം തോന്നുന്ന സമയത്ത് മറ്റു പല കുസൃതികളും കാണിക്കാനുള്ള ഒരു സന്ദർഭമാണെന്ന്. കറകൾ അധികമായി കഴിയുമ്പോഴേക്കും അത് ഉപേക്ഷിക്കും, എന്നിട്ട് പുതിയതെടുക്കും. ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും ഒരു വസ്ത്രം 1 മാസത്തോളം സൂക്ഷിച്ചു വെക്കുന്നതാണ് അവൻ പറഞ്ഞത്. എടാ, നീ ഇങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ അവസാനം എവിടെ നിന്നെങ്കിലും നിന്നെ പിടിക്കും കേട്ടോ, നിനക്ക് നല്ല തല്ലും കിട്ടുമെന്ന് പറഞ്ഞു. അതൊന്നും കിട്ടില്ല, ഞാൻ അത് വിദഗ്ധമായിട്ടാണ്. അപ്പോൾ നീ ഇതിപ്പോൾ നിർത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ പറഞ്ഞു, നിർത്തി. ഒരിക്കലും നീ നിർത്തില്ലെന്നറിയാം. എടാ, ഞാൻ കേട്ടിട്ടുണ്ട്, കഴിവില്ലാത്ത ആൾക്കാരെ ഇങ്ങനെ പല കാര്യങ്ങളും കാണിക്കും. അപ്പോൾ അവർക്കിതിൽ കൂടിയാണ് സാറ്റിസ്ഫാക്ഷൻ. ഇതൊരു മനോരോഗമാണ്. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഒന്നും നടക്കില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുള്ള മനഃശാസ്ത്രം. ടീച്ചറെ, അതൊന്നുമല്ല, എന്നെക്കൊണ്ട് എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. പിന്നിത് എൻ്റെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. ആഹാ, അങ്ങനെയാണോ എന്ന് പറയാൻ ടീച്ചറെ, ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് അല്ലേ. ഇപ്പം ടീച്ചറുടെ കാര്യം പറയാം. കാറൊക്കെ ഉണ്ടെങ്കിലും എന്നും കാറിന് വരില്ല. മിക്കവാറും ദിവസം മരുമകൻ്റെ കൂടെ ബൈക്കിനെ വരികയുള്ളൂ. എന്താ, മുട്ടി ഉരുമി പോകാൻ ഒരു സന്തോഷം, പിന്നെ ഗട്ടറിലൊക്കെ വീഴുമ്പോഴേക്കും ഒരു മുട്ടൽ, ഒരു തട്ടൽ, പിന്നെ കൈയില്ലേ, അത് സ്ഥാനം മാറി മധ്യകേന്ദ്രത്തിൽ ചെന്ന് ഒരു മുട്ടിക്കൽ. ടീച്ചർക്കൊരു സമാധാനം, അവനൊരു സമാധാനം. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ രാവിലത്തിൻ്റെ ബാക്കി അവിടെ അങ്ങ് നടത്തിയാൽ മതിയല്ലോ. എടാ, ഇവിടെ ആരുമില്ലെന്ന് വെച്ചിട്ട് നീ തോന്നിയ ദിവസം പറയല്ലേ കേട്ടോ. പിന്നെ ടീച്ചർക്ക് എന്തുവേണമെങ്കിലും പറയാം, എനിക്കൊന്നും പറയാൻ പാടില്ലേ. എടാ, നിന്നെ പോലെയല്ല ഞാൻ. നീ ഇപ്പം സമ്മതിച്ചല്ലോ, ഓരോന്ന് കട്ടെടുത്തോണ്ട് പോയിട്ട് കറയാക്കുന്നവൻ, വൃത്തികെട്ടവൻ. അതുപോലാണോ ഞാൻ? അതെൻ്റെ മരുമകനാണ്, എൻ്റെ മകനെ പോലെയുള്ളൂ. അങ്ങനെ പറഞ്ഞ ടീച്ചർക്ക് വളരെ സൗകര്യമാണ്. ഒരു പ്രശ്നമില്ല. മകനെന്നുള്ള ലേബിളിൽ ടീച്ചർക്ക് പൂക്കാവടി തുള്ളി പാൽക്കാവടിയാടാം. അതിന് ഒരു പ്രശ്നവുമില്ല. എടാ, എന്തൊക്കെ തോന്നിയാസങ്ങളാണ് നീ പറഞ്ഞത്. ടീച്ചറെ, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയുണ്ട് അത് ഏത് പൊട്ടിനും മനസ്സിലാകും. എന്നിട്ടിപ്പോൾ എന്നെ കുറ്റപ്പെടുത്തരുത്. പിന്നെ ഞാനതൊക്കെ ചെയ്യുന്നത് ടീച്ചറിനുള്ള ആരാധന കൊണ്ടാണ്. ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളോട് നിനക്ക് ആരാധനയാണോ? ആണെന്ന് വിചാരിച്ചു. ടീച്ചറും ആ കൂട്ടത്തിലുണ്ട്. പിന്നെ ടീച്ചർ എന്നെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ക്ഷണിക്കാന്നുണ്ടെങ്കിൽ അപ്പോഴറിയാം എനിക്ക് കുഴപ്പമുണ്ടോ കുഴപ്പമില്ലയോ എന്നും. ഒന്ന് പോടാം, നിന്നെ ആര് വിളിക്കുന്നു, വേറെ പണിയൊന്നുമില്ല, ഇനി മേലിൽ ഞാൻ ഈ കടയിൽ കയറില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. പിറ്റേ ദിവസം കണ്ടപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് സോറി പറഞ്ഞു. ടീച്ചർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തിരിച്ചു പറഞ്ഞ് തറുതല പറഞ്ഞ് അങ്ങ് പറഞ്ഞു പോയതാണ്. പ്ലീസ് എന്നോട് ക്ഷമിക്കൂ, എന്നാലും നീ അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ അവനോട് പറഞ്ഞു, ടീച്ചറെ, എനിക്ക് ടീച്ചറിനോട് നല്ല താല്പര്യമുണ്ട്, പക്ഷെ ടീച്ചർക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കും. എന്ന് വെച്ചിട്ട് എന്നെ കഴിവ് കെട്ടവനായി കാണരുത്. പിന്നെ ടീച്ചറിൻ്റെ മരുമകൻ, അവന് ടീച്ചറോട് നല്ല താല്പര്യമുണ്ട്. ടീച്ചർക്കും ഇഷ്ടമുള്ളതുപോലെയാണ് നോട്ടവും ഭാവവുമൊക്കെ. ഒന്ന് പോടാം, അങ്ങനൊന്നുമില്ല. ആ ടീച്ചർക്ക് വെറുതെ തോന്നാണ്. ടീച്ചർ ഇങ്ങനെ ഇറങ്ങി സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു അന്നനടയുണ്ടല്ലോ, അതവൻ 2 മിനിറ്റ് നോക്കി നിന്നിട്ടാണ് പോകുന്നത്. ഒന്ന് പോടാം, ഞാൻ സേഫായിട്ട് സ്കൂളിൽ ചെല്ലുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ്. പിന്നെ സേഫായിട്ട് ചെല്ലാൻ ടീച്ചർ എന്താ കുട്ടിയോ എന്ന് ചോദിച്ചു. എന്താ ഉണ്ട് ടീച്ചറെ, അവനൊരു ആരാധനയുണ്ട്, എനിക്ക് പോലും ആരാധന തോന്നുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ കടിച്ചാൽ പൊട്ടാത്ത പ്രായമുള്ള ടീച്ചറും. അതെന്താണ് നീ എങ്ങനെ പറഞ്ഞത്? അല്ല, ഹസ്ബൻഡൊക്കെ ഒന്നുമില്ല നിൽക്കല്ലേ, ഹസ്ബൻഡില്ലാത്ത പെണ്ണുങ്ങളെല്ലാം മോശക്കാരികളാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ടീച്ചറെ, എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ഓവറായിട്ട് പ്രതികരിക്കാതെ. ഇപ്പം ജിമ്മിലൊക്കെ പോയി ശരീരം ഒതുക്കി വെക്കുന്ന ടീച്ചർ എന്തുദ്ദേശിച്ചിട്ടാണ്? എന്നാൽ ജിമ്മിലുള്ള ആരെങ്കിലുമായിട്ടൊക്കെ നല്ല കണക്ഷൻ കാണും. ഒന്ന് പോടാ, മാനമര്യാദയ്ക്ക് നടക്കുന്നതിനെ പറ്റി അവവാദം പറയാതെ. ടീച്ചറെ, ടീച്ചർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒരു പരീക്ഷണം പറയാം. എന്ത് പരീക്ഷണം? ഇതുവരെയും ടീച്ചർക്ക് അനുഭവങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ മരുമകനോട് ഒന്ന് മുട്ടി ഒരുമിയിരിക്കുക. അറിയാത്ത പോലെ എന്തെങ്കിലും ഒരു ടച്ച്. നീ എന്താ പറഞ്ഞത്? ഒരു പരീക്ഷണം. അവൻ ഓക്കെ ജെന്യൂനാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അവനൊന്നുമില്ല, നല്ല മരുമകനായി നമുക്ക് പ്രഖ്യാപിക്കാം. ഇനി അഥവാ അവൻ എന്തെങ്കിലും തിരിച്ച്
പറയുകയോ പ്രതികരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ടീച്ചർ എന്നോട് പറയണം, പറയാതിരിക്കരുത്. ഒന്ന് പോടാ, എനിക്ക് വയ്യ. ടീച്ചറെ, ഞാൻ പറഞ്ഞതൊന്ന് കേൾക്കും. ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ, എന്നെ കുറ്റം പറയുകയല്ലേ? അപ്പോൾ ടീച്ചർ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ പ്ലീസ്. എന്നിട്ട് എന്നോട് റിസൾട്ട് പറയണം. ആ റിസൾട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരവസരം അവിടെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതും വാഗ്ദാനം ചെയ്യണം പ്ലീസ് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ശരി, നിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ മരുമകന് അങ്ങനെയൊന്നുമില്ല, അവനൊരു പാവമാണ്. ആ നോക്ക്, പാവമാണോ പാവയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, ചുമ്മാ രസം. സത്യം പറഞ്ഞാൽ ഇവനോട് ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ടതില്ലായിരുന്നു. കാര്യം ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ആവശ്യമില്ലാത്ത ഓരോ ഇൻട്രസ്റ്റ് വന്നത്. അതറിയാതെ എൻ്റെ മനസ്സിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. സ്ട്രിക്റ്റായിട്ട് നിൽക്കേണ്ട സ്ഥലത്ത് ഇത്തിരി ലൂസായി കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. എന്തായാലും ഞാൻ പിന്നീട് മനഃപൂർവ്വം ഒന്നുരസി. ബൈക്കിലിരുന്നപ്പോൾ ഒരു ഹമ്പിൻ്റെ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൈവിരൽ ഒന്ന് തെന്നി മാറി. എവിടെയോ കൊണ്ടതുപോലെ എനിക്ക് തോന്നി. എന്തായാലും ഞാനൊന്നും അറിയാത്ത പോലെ ഭാവിച്ചു. ഇത് ഇടയ്ക്കൊന്ന് നടന്നു. ഒരു 2 ആഴ്ച പോലും എടുത്തില്ല. രാവിലെ ജിമ്മിൽ പോയി കഴിഞ്ഞ് വന്നിട്ട്, അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്. ആ നീ കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അവൻ കുളിക്കാൻ കയറിപ്പോയി. ആ സമയത്തില്ലേ ഞാൻ കുളിച്ചിട്ട് വന്ന് ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൻ കുളിച്ചിട്ട് വന്നു. പെട്ടെന്ന് അവൻ മുറി തുറന്നു വന്നു. എന്നെ കണ്ടപ്പോൾ അവന് ചമ്മലൊന്നുമില്ല. അവൻ വന്ന് കട്ടിലിരുന്നു. എന്താടാ, ഞാൻ ഇവിടെ സാരി ഉടുക്കുന്നത് നീ കണ്ടില്ലേന്ന്? അപ്പോൾ അവൻ പറഞ്ഞു, കാണാനാ വന്നിരുന്നേന്ന്. എന്താ നിനക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എല്ലാം മനസ്സിലായി. എൻ്റെ ഇൻട്രസ്റ്റും അമ്മയുടെ ഇൻട്രസ്റ്റും ഒക്കെ ഒന്നാണെന്നും ഞാൻ പറഞ്ഞു. നീ എന്താ അങ്ങനെ പറഞ്ഞത്? എല്ലാം എനിക്ക് മനസ്സിലാമേ. ഇനി എന്തിനാണ് അമ്മ പ്രകടിപ്പിച്ചതിനേക്കാൾ കൂടുതൽ എന്താണ് എനിക്കറിയാൻ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞു. അതൊരു കടന്നു കയറ്റമായിരുന്നു. പാഞ്ചാലി പണ്ട് ദുര്യോധനൻ്റെ സഭയിൽ ദുശാസനൻ്റെ മുന്നിൽ അകപ്പെട്ടതുപോലെയായി എൻ്റെ കാര്യങ്ങൾ. പെട്ടെന്ന് പ്രതികരിക്കാൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് ഉറക്ക വിളിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ് എന്ന് വിളിക്കാൻ തുടങ്ങി. മരുമകനോട് നോ പറയാൻ എനിക്ക് ആ സമയത്ത് തോന്നിയില്ല. നോ കൊണ്ട് ഒരു പ്രയോജനമില്ല. എസ്സുകൾ വികസനത്തിൻ്റെ അടയാളമാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ യെസ് മോനു യെസ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. എപ്പോഴോ എനിക്ക് മനസ്സിലായി, ഇനിയും തുടരേണ്ട ഒരു വലിയ പാതയിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. അതിമനോഹരമായ ജീവിതത്തിൻ്റെ അനുഭവം എനിക്ക് തിരിച്ചു കിട്ടി മാഡം. അത് തുടർന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ സന്തോഷവതിയായി. എന്നോട് ആ കടക്കാരൻ ചെക്കൻ ചോദിച്ചു, ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും നടന്നോന്നും. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, നിൻ്റെ തോന്നിയാസൊക്കെ ആര് ട്രൈ ചെയ്യാൻ പോകുന്നെന്നും. അപ്പോൾ അവൻ പറഞ്ഞു, നടന്നു, എനിക്ക് മുഖം നോക്കിയാൽ അറിയാം, ഇല്ലെങ്കിൽ സത്യം ചെയ്യേ, ആണയിടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കള്ള ആണയിടാൻ തോന്നിയില്ല. ഞാൻ പറഞ്ഞു, ആ നീ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെന്ന്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കണമെന്നും. ഞാൻ പറഞ്ഞു, വാക്ക് പാലിക്കുകയാണെങ്കിൽ അത് പ്രശ്നമാകും, വേണ്ട, നീ ശരിയല്ലെന്ന് പറഞ്ഞു. ടീച്ചറെ, ആര് ശരിയല്ല, ശരിയായിട്ട് ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ മരുമകനോ നാട്ടുകാരോ അറിയരുത്. മരുമകനും ടീച്ചറും തമ്മിലുള്ള കാര്യങ്ങൾ മറ്റാരും അറിയരുത്. ആരും അറിയാതെ ഇരുന്നാൽ എല്ലാം ശുഭപ്രദമെന്ന് പറഞ്ഞു. അവനോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ട് ആ വലയിലും ഞാനൊന്ന് ചാടി. അതും എനിക്ക് കൊള്ളാം. എല്ലാ വലക്കണ്ണികൾക്കുള്ളിലും ഞാൻ സംതൃപ്തയാണ്. മാഡം, ഇപ്പോൾ എൻ്റെ അവസ്ഥ വളരെ മനോഹരമാണ്. ഇത് മാഡം ഒന്ന് വായിക്കണേ. പുസ്തകത്തിലെ പശു പുല്ല് തിന്നില്ല എന്ന് ടീച്ചർക്കും അറിയാം, നമുക്കും അറിയാം. നമ്മൾ പലപ്പോഴും സദാചാരം പാലിക്കാൻ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാലും സാഹചര്യങ്ങൾ മനുഷ്യരെ അതിന് അനുവദിക്കാറില്ല. അങ്ങനെ പലരും പല രീതിയിലും പല രഹസ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കും വ്യാപൃതരാകുന്നു. ആർക്കും ഒരു നിയന്ത്രണവുമില്ലാത്ത സാഹചര്യത്തിൽ ആരെ നിയന്ത്രിക്കും? പൂച്ചയ്ക്കാര മണി കിട്ടുക എന്ന് പറഞ്ഞ പോലുള്ള അവസ്ഥയാണ്. എല്ലാം ആസ്വദിക്കുന്ന നിലവാരത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഗിരിപ്രഭാഷണം നടത്തിയിട്ട് എന്ത് കാര്യം? പക്ഷേ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നുള്ളത് ഇതിനിടയ്ക്ക് മറന്നു പോകരുത്.